സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. പ്രൈവറ്റ് ബസ്സിൽ വൈറലാകുവാൻ വേണ്ടി നാടകീയമായി എടുത്തൊരു വീഡിയോ ഒരു നിരപരാധിയെ ഹരാസ്മെന്റ് കേസിൽ കുടുക്കി ഒതുക്കിക്കളയാൻ വേണ്ടി ശ്രമിച്ചതാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് സ്ത്രീ സുരക്ഷയെ മുൻനിർത്തി ചെയ്ത വീഡിയോയാണെന്ന്? ഒരിക്കലുമല്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഇത്തരത്തിൽ ഒരു വീഡിയോ അപ്സ എന്നൊരു പെൺകുട്ടി പ്രചരിപ്പിച്ചു. ആ ഒരു വീഡിയോ ക്ലിപ്പ് വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയെടുത്തു. അങ്ങനെയുള്ളപ്പോൾ സമാനമായ മറ്റൊരു സാഹചര്യം ഒത്തുവന്നു എന്ന് മനസ്സിലാക്കിയ വേറൊരു പെൺകുട്ടി സമാനമായ മറ്റൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു. ഊതിപ്പെരിപ്പിച്ച് കാണിക്കുവാൻ തക്കവണ്ണം ഈ വീഡിയോ ക്ലിപ്പിൽ ഒന്നും തന്നെയില്ല. ഇനി അഥവാ അദ്ദേഹത്തിന്റെ കൈമുട്ട് ആ പെൺകുട്ടിയുടെ മാറിടത്തിൽ ഉരസുന്നുണ്ടെങ്കിൽ തന്നെ അതിനുവേണ്ടിയുള്ള ഒരു അന്തരീക്ഷം അവരുണ്ടാക്കി കൊടുക്കുകയും അയാളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ബസ്സിനുള്ളിൽ ആൾക്കാർ അട്ടിയടുക്കി നിൽക്കുകയല്ല, അത്യാവശ്യം സ്പേസ് അവിടെയുണ്ട്. അവർക്ക് അവിടെ നിന്ന് മാറി നിൽക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നിൽക്കാം. ഇതൊന്നും ചെയ്യാതെ ആ മനുഷ്യനെ കുടുക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിയത്. എന്തായാലും ആ പാവ മനുഷ്യൻ ഇതിനു മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ, ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കുവാൻ തയ്യാറാകാതെ തന്റെ ജീവനൊടുക്കി, അതെ, അപമാന ഭാരത്താൽ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഈ വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ചതിന് പിന്നാലെ ഇവർ മറ്റൊരു വീഡിയോയുമായിട്ട് വന്നു. അതൊരു വിശദീകരണ വീഡിയോയായിരുന്നു. ബസ്സിലോ പൊതുസ്ഥലത്തോ വെച്ച് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അത് അബദ്ധത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുവാൻ കഴിയില്ല. അതൊരു വ്യക്തിയുടെ സ്വഭാവ വൈകല്യത്തിന്റെ തെളിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആരംഭിക്കുകയാണ്. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേണായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ, അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മളെന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് വിവേകമില്ലായ്മയും സഹജീവികളോടുള്ള സഹാനുഭൂതിയുടെ കുറവുമാണ് എന്ന് ഈ ഭവതി വ്യക്തമാക്കുന്നു. ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്ന തെറ്റായ ബോധമാണ് ഇവരെ ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്.
വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടും അത് തുടരുന്നത് എത്രത്തോളം ഗൗരവകരമായ അവസ്ഥയാണ് എന്ന് ചിന്തിക്കുക. ചോദ്യം ചെയ്യപ്പെടാത്ത സ്വഭാവങ്ങൾ ആവർത്തിക്കപ്പെടും. ഇത്തരം വ്യക്തികളെ അവരുടെ കുടുംബവും സമൂഹവും നേരിട്ട് ചോദ്യം ചെയ്യണം. നമ്മുടെ ചുറ്റുമുള്ള ഇത്തരക്കാരെ തിരിച്ചറിയുകയും അവർക്ക് ആവശ്യമായ ബോധവൽക്കരണമോ കൗൺസിലിങ്ങോ നൽകുവാൻ സമൂഹം തയ്യാറാവുകയും വേണം. അതിക്രമങ്ങൾക്കിരയാക്കപ്പെടുന്നവരെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതി മാറണം. ഇത്തരം വൈകൃതങ്ങളെ നോർമലൈസ് ചെയ്യുന്ന സമൂഹത്തിനാണ് യഥാർത്ഥത്തിൽ മാറ്റം വരേണ്ടത്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കുക. നിശബ്ദത പാലിക്കുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയാണ്. ഇതായിരുന്നു ആ പെൺകുട്ടിയുടെ വാക്കുകൾ. ഇവിടെ എനിക്ക് നിങ്ങളോട് ചോദിക്കുവാൻ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും അയാൾ ആ പ്രവൃത്തി തുടർന്നു എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ ആ ദൃശ്യങ്ങളൊന്നും നിങ്ങൾ കാണിക്കുന്നില്ലല്ലോ. നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത് അയാൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അത് അയാൾ കണ്ടു എന്നാണ് നിങ്ങൾ ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ ആ വീഡിയോയിൽ ഉണ്ടാവേണ്ടേ? അത് നിങ്ങൾ പ്രദർശിപ്പിച്ചിട്ടില്ല. അതിനാൽ തന്നെ നിങ്ങളുടെ ഭാഗം വിജയിക്കുവാൻ വേണ്ടി നിങ്ങൾ പറയുന്ന കള്ളമാണ് ഇതെന്ന് പ്രഥമ ദൃഷ്ട്യാ സമൂഹത്തിന് മനസ്സിലാക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അടുത്തതായി നിങ്ങൾ പറയുന്നു, ചോദ്യം ചെയ്യപ്പെടാത്ത സ്വഭാവങ്ങൾ ആവർത്തിക്കപ്പെടും. ഇത്തരം വ്യക്തികളെ അവരുടെ സമൂഹവും കുടുംബവും നേരിട്ട് ചോദ്യം ചെയ്യണമെന്ന്. അതെ, തെറ്റ് കണ്ടാൽ അത് ചോദ്യം ചെയ്യുന്നില്ല എങ്കിൽ അത് ആവർത്തിക്കപ്പെടും എന്ന് നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ അത് ചോദ്യം ചെയ്തില്ല? ചോദ്യം ചെയ്യപ്പെടാത്ത തെറ്റ് ആവർത്തിക്കപ്പെടും എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു വെക്കുമ്പോൾ അതിനെ ആ സമയത്ത് ചോദ്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറായില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവിടെ തന്നെ നിങ്ങളുടെ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമായി വെളിപ്പെടുന്നുണ്ട്. നിങ്ങൾ അല്പമെങ്കിലും സത്യസന്ധതയുള്ള ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ആ നിമിഷം നിങ്ങൾ അയാളോട് പ്രതികരിക്കുമായിരുന്നു. അത് ചെയ്യാതെ ഒരു തെറ്റ് ചെയ്യുവാനുള്ള ഒരവസരം അങ്ങോട്ടുണ്ടാക്കി കൊടുക്കുന്നത് പോലെയാണ് ആ വീഡിയോ ക്ലിപ്പിൽ കാണുവാൻ കഴിയുന്നത്. അതായത് നിങ്ങൾ ചേർന്ന് നിൽക്കുകയാണ്, ഒന്ന് ഉരസിക്കോ എന്നുള്ള രീതിയിൽ. ശരിയല്ലേ? ഇത് കാണുന്നവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അയാളുടെ കൈമുട്ടിനോട് ചേർത്ത് ഈ പെൺകുട്ടി അവരുടെ മാറിടം കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നിട്ട് അവർ ക്യാമറയ്ക്ക് പോസ് ചെയ്യുകയാണ്. അപ്പോൾ അയാളെ കൊടുക്കണം എന്നുള്ള ബോധപൂർവമായ ഒരു ശ്രമം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അല്ലായിരുന്നുവെങ്കിൽ അല്പം നിങ്ങൾക്ക് പുറകിലേക്ക് മാറി നിൽക്കാമായിരുന്നു. നിങ്ങൾ നീങ്ങി നിന്നതിന് ശേഷം വീണ്ടും അയാൾ അവിടേക്ക് തള്ളിക്കയറി വരികയായിരുന്നുവെങ്കിൽ തെളിവുൾപ്പെടെ നിങ്ങൾക്ക് സമൂഹത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്താം. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് സമൂഹം അവരുടെ അഭിപ്രായം പറയട്ടെ. ഇതൊന്നും ചെയ്യാതെ അയാൾ നിൽക്കുന്നിടത്തേക്ക് നിങ്ങൾ അയാളെ ചാരി ചേർന്ന് നിന്ന് എൻ്റെ മാറിടത്തിലൊന്ന് ഉരച്ചുകൊള്ളൂ എന്നുള്ള ഒരു സന്ദേശം ആ വീഡിയോയിൽ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ചുരുക്കത്തിൽ നിങ്ങൾ അയാളെ മോശക്കാരനായി ചിത്രീകരിക്കുവാൻ വേണ്ടി പാടുപെടുകയാണ്. ഒടുവിൽ നിങ്ങൾ അതിൽ വിജയിച്ചു. എന്നിട്ട് നിങ്ങൾ വീണ്ടും ഒന്ന് ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പറയുകയാണ് ഇത്തരം വ്യക്തികളെ അവരുടെ കുടുംബവും സമൂഹവും ചോദ്യം ചെയ്യണമെന്ന്. നിങ്ങൾക്ക് അയാളെ അവിടെ വെച്ച് തന്നെ ചോദ്യം ചെയ്യുവാൻ തൻ്റെ ഇടമില്ല. അനീതിയാണ് അയാൾ കാണിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് അയാൾ കാണെ ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ എടുക്കുവാനുള്ള ധൈര്യമുണ്ടായിരുന്നു. ആ കാണിച്ച ധൈര്യത്തിൻ്റെ 100% മതിയായിരുന്നല്ലോ ഈ കാണിക്കുന്നത് വൃത്തികേടാണ്, തോന്നിയാസാണ്, അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറയാൻ. അത് നിങ്ങൾ ചെയ്യാതെ സമൂഹം അത് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ധാർമ്മികത എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അടുത്തത്, നിങ്ങൾ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഈ വീഡിയോ ക്ലിപ്പ് ഒരു തെളിവാക്കിക്കൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യുന്നത് നിയമപരമായി നടപടിയെടുക്കുക, പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക എന്നുള്ളതായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. പകരം നിങ്ങൾ ചെയ്തത് അതിൻ്റെ വീഡിയോ എടുത്തു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. അതിൻ്റെ ചേതോവികാരം എന്താണ്? ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ടറിയാം അതിൽ കൂടി നിങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്ന്. കുറച്ചാൾക്കാർ ഒരുപക്ഷെ നിങ്ങളെ തെറി പറയുമായിരിക്കും. എങ്കിൽ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനും ഫോളോ ചെയ്യുവാനും ഇതിൽ കൂടി കണ്ടമാനം ജനങ്ങൾ വരും. അത് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു കുതന്ത്രം നിങ്ങൾ മെനഞ്ഞത്. സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന പബ്ലിസിറ്റി, ആ പബ്ലിസിറ്റിക്ക് വേണ്ടി നിങ്ങൾ അങ്ങേയറ്റം ക്രൂരമായ ഒരു നെറികേടാണ്, താന്തോന്നിത്തരമാണ് കാണിച്ചത്. അതുകൊണ്ട് ഒരു ജീവൻ ഇപ്പോൾ നഷ്ടപ്പെട്ടു. ഇവിടെ നിങ്ങൾ സുരക്ഷിതയാണ്. നിങ്ങൾക്ക് ഭയപ്പെടുവാൻ ഒന്നുമില്ല. കാരണം നിങ്ങളുടെ രാഷ്ട്രീയ പിൻബലവും നിങ്ങളുടെ സ്വാധീനവും നിങ്ങളുടെ കുടുംബ പശ്ചാത്തലവും ഒക്കെ ഏകദേശം നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനെയുള്ളപ്പോൾ പുഷ്പം പോലെ നിങ്ങൾക്കിതിൽ നിന്നും ഊരിപ്പോകാം. കാരണം മരണപ്പെട്ട വ്യക്തി ആരുമില്ലാത്തവനാണ്. വൃദ്ധരായ മാതാപിതാക്കളാണ് അയാൾക്ക് ആകെയുള്ളത്. ഇതിൻ്റെ പിന്നാലെ തൂങ്ങാനൊന്നും ആ പാവങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിത തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ മിടുക്കിയാണ്, നിങ്ങൾ വിജയിച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഈ സ്ത്രീയെ വിളിച്ച മാധ്യമ പ്രവർത്തകനോട് ഇവർ സംസാരിക്കുന്നുണ്ട്. ഈ സംസാരത്തിൽ ഇവരൊരു പൊതുപ്രവർത്തകയാണ്, പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്ന സ്ത്രീയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അവർ ഉറപ്പിച്ചു തന്നെ പറയുകയാണ് അയാൾ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തു എന്നുള്ളത്. ഒന്ന് കേട്ടു നോക്കൂ. വീഡിയോ ചിത്രീകരിച്ച യുവതിയുടെ പ്രതികരണം കൂടി ഏഷ്യാനെറ്റ് ന്യൂസ് തേടിയിരുന്നു. ശരീരത്തിൽ സ്പർശിച്ചത് ദുരുദ്ദേശത്തോടെയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വീഡിയോ ചിത്രീകരിച്ചത് എന്ന് യുവതി പറയുന്നുണ്ട്. പയ്യന്നൂരിൽ വെച്ചാണ് ദുരനുഭവം ഉണ്ടായത്. സംഭവത്തെക്കുറിച്ച് വടകര പോലീസിൽ വിവരം നൽകിയിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സന്ദീപ് തോമസ് യുവതിയുമായി സംസാരിച്ചു. അതുകൂടി കേൾക്കാം. നിങ്ങള്
യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. എന്തായിരുന്നു ആ സംഭവം? നിങ്ങൾക്ക് ആ ബസ്സിലുണ്ടായ അനുഭവം എന്താണെന്നൊന്ന് പറയാം. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല രസമായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അയാൾ അങ്ങനെ ഒത്തി പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്, നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല, ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാൾ കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു, കാരണം അയാൾ തൊട്ടി ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിൽ ഞാനാ ഉണ്ടായിരുന്നത്. അപ്പം നേരെ എന്റെ മേലിലേക്ക് അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാൾ അത് ചെയ്തു. ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാൾ ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക, അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു. പിന്നെ ഞാൻ അയാളെ പുറകെ ഒന്നും പോയില്ല. രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ടായത്. വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്ത ശേഷം അതിന്റെ പലതരം വിമർശനങ്ങളൊക്കെ വന്നു. അതായത് നിങ്ങൾ ആ വീഡിയോ ബോധപൂർവ്വം ചിത്രീകരിച്ചതാണ്, ഒരു കണ്ടന്റ് എന്ന അർത്ഥത്തിൽ എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ വന്നു. ആ ബസ് ജീവനക്കാരെ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോലീസിലേക്ക് ആ വിവരം കൊണ്ടുപോകാൻ ശ്രമിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലേ? ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട്, അവരെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ. കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടോ നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടു, അതിനൊരു മറുപടി പറയുന്നത് പോലെ. അല്ലാതെ എല്ലാവരുടെയും എതിരെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പൊ നിങ്ങളൊരു 5 വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്, പൊതുപ്രവർത്തകയാണ്. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പോൾ ഇതൊരു കൃത്യമായ ലൈംഗിക അതിക്രമം തന്നെയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. അതായത് ആ തൊട്ടു മുന്നിലുള്ള യാത്രക്കാരുടെ കാര്യത്തിലും പിന്നീട് നിങ്ങളുടെ കാര്യത്തിലും അത് കൃത്യമായി. എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് 100% ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത്, രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം നിങ്ങൾ ഈ വീഡിയോ ചിത്രീകരിച്ച ഈ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കിയെന്നുള്ള വിവരമാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ സംസാര രീതികൾ കേൾക്കുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനുള്ളിൽ വെച്ച് വളരെ ഗുരുതരമായ സെക്ഷൽ അബ്യൂസ് അയാൾ നിങ്ങളുടെ മേൽ നടത്തി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഹീനകൃത്യത്തിന് നിങ്ങൾ മുതിർന്നു. എന്നാൽ ആ ഒരു പരിപാടിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമായിരുന്നു, ഞാൻ ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്താൽ അത് അയാളെ എങ്ങനെയായിരിക്കും ബാധിക്കുക? അയാൾക്കൊരു കുടുംബം ഉണ്ടാവുമോ? ഒരുപക്ഷെ കുട്ടികൾ ഉണ്ടാവില്ലേ? ആ നിരപരാധികളായ കുട്ടികൾ അവർ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ, സമൂഹവുമായി ബന്ധപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ക്ലിപ്പ് വൈറലാകുമ്പോൾ ആ കുട്ടികൾക്ക് സമൂഹത്തിൽ എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്? അവരവരുടെ നാളകളെ എങ്ങനെയായിരിക്കും തരണം ചെയ്യുക? നമുക്ക് എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ മനുഷ്യൻ ഡിവോഴ്സ് ആയ ഒരു വ്യക്തിയാണ് എന്നാണ്. അതുകൊണ്ട് ഇത്തരം ഭയാനകമായ പ്രശ്നങ്ങളൊന്നും ആ കുടുംബത്തോടുള്ള ബന്ധത്തിലുണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ തന്നെയും ഈ ഒരു വീഡിയോ ക്ലിപ്പ് വൈറലാകുന്നതിനോടുള്ള ബന്ധത്തിൽ ആ മനുഷ്യന് ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അത് എന്തായിരിക്കും പിന്നീട് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ, അതുപോലും നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറായില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ശരികൾ മാത്രമായിരുന്നു പ്രാധാന്യമുള്ളത്. അവന്റെ ലൈഫ് അത് നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള വീഡിയോ ക്ലിപ്പ് പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും, നിങ്ങൾ അങ്ങോട്ട് കയറി മുട്ടാൻ വേണ്ടി നിന്നു കൊടുക്കുകയാണ്, നിങ്ങളൊരു അവസരം ഉണ്ടാക്കുകയാണ്.
നിയമം ഇപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമാണല്ലോ എന്നുള്ള ചിന്തയായിരിക്കാം ഈ ഒരു പരിപാടിക്ക് വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ചത്. സമൂഹം അയാളെ വിചാരണ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിലെ ശരികേടുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടോ? നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിടത്തോളം നിങ്ങൾ ഒരു പൊതുപ്രവർത്തകയാണ്, അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണ്, നിങ്ങൾ പഞ്ചായത്ത് മെമ്പറായിരുന്ന വ്യക്തിയാണ്, പൊതുജനങ്ങളുമായി കാര്യമായി ബോധമുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് ആ ചോദ്യം ചോദിക്കുന്നത്. ഇത്തരമൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി തയ്യാറായപ്പോൾ അതിൻ്റെ പിൻപിലെ ശരികേടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ അല്പമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് അല്പം കൂടി വ്യക്തമായിട്ട് അങ്ങ് ചോദിക്കുകയാണ്. ഒരു ബസ്സിനകത്ത് വെച്ച് അതിക്രമം നടത്തുന്നവരെ ചോദ്യം ചെയ്യേണ്ടത് പോലീസാണോ, നിയമമാണോ, അതോ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബുമാണോ? നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾ അവരോടും പറഞ്ഞു ഞാനിത് പോസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന്. അവിടെ നിന്നും തിരിച്ചിങ്ങോട്ട് എന്ത് മറുപടി വന്നു എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കുന്നില്ല. എന്നാൽ നിങ്ങൾ പോലീസുകാരനോട് പറയുകയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുമെന്ന്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പോസ്റ്റ് ചെയ്യാൻ തയ്യാറായത്? അതായത് നിങ്ങളിത് പോസ്റ്റ് ചെയ്താൽ അതിൽ കൂടി എന്ത് സംഭവിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്? അയാൾ പോയി പണ്ടാരമടങ്ങി തൊലയുന്നെങ്കിൽ തൊലയട്ടെ എന്നുള്ള ചിന്തയിൽ തന്നെയല്ലേ? അല്ലാതെ നീതി ലഭ്യമാവുക എന്നുള്ളതായിരുന്നില്ല നിങ്ങളുടെ വിഷയം. ഈ പറയുന്ന ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും യൂട്യൂബിനും ഒന്നും അന്വേഷണ അധികാരവും തെളിവ് പരിശോധിക്കാനുള്ള ശേഷിയും തെറ്റും ശരിയും വേർതിരിക്കുവാനുള്ള സംവിധാനവും ഒന്നുമില്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ ആകെ നടക്കുന്നത് ആവേശത്തോടെ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ വിധി പറച്ചിൽ എന്നൊരു സംഗതി മാത്രമാണ്. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന കാര്യം അത് പലതിനോട് ഒട്ടും യോജിക്കുവാൻ കഴിയില്ല. ബസ്സിനുള്ളിൽ അതിക്രമം ചെയ്യുന്ന ഒരു വ്യക്തിയെ സമൂഹത്തിന്റെ മുൻപിലേക്ക് പരസ്യ വിചാരണയ്ക്ക് വേണ്ടി ഇട്ടുകൊടുത്താൽ അയാളുടെ സ്ഥിരമായിട്ടുള്ള പെരുമാറ്റ വൈകല്യം ആൾക്കൂട്ടം ചോദ്യം ചെയ്യുന്നതിലൂടെ ഇല്ലാതെയാകും എന്നുള്ള ഒരു ശുദ്ധ മടയത്തരം നിങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ കൊച്ച, ഈ ആൾക്കൂട്ട വിചാരണ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ആൾക്കൂട്ട വിചാരണയിലൂടെ ഒരാളുടെ പെരുമാറ്റ വൈകല്യം അതെങ്ങനെയാണ് മാറ്റിയെടുക്കുവാൻ കഴിയുക? അതൊരു ചികിത്സയാണോ, അതോ പുനരധിവാസമോ പ്രതിരോധമോ അങ്ങനെ മറ്റോ ആണോ ഈ ആൾക്കൂട്ട വിചാരണ എന്ന് പറഞ്ഞാൽ? ഒരാൾക്കൊരു പെരുമാറ്റ വൈകല്യം ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് ചികിത്സയിലൂടെയും കൗൺസിലിങ്ങിലൂടെയും നിയമപരമായ നിയന്ത്രണങ്ങളിലൂടെയും ഒക്കെയാണ്. അല്ലാതെ ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് വിചാരണക്കിട്ട് കൊടുക്കുന്നതിൽ കൂടിയല്ല സംഭവിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ശരിയാണ് എന്ന് ധരിച്ചിരിക്കുന്ന കാര്യം അത് തെറ്റാണ് എന്നിപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ആൾക്കൂട്ട വിചാരണയ്ക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് പോസ്റ്റ് ചെയ്തു. അതിന്റെ അനന്തര ഫലം ആ മനുഷ്യന്റെ മരണമായിരുന്നു, ആത്മഹത്യയായിരുന്നു. നിങ്ങൾ 100% ശരി എന്ന് പറയുന്ന കാര്യം ശരിയായിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും അല്ലേ? ഇനിയിപ്പോൾ ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട വ്യക്തി അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല എന്നിരിക്കട്ടെ, അയാൾ തെറ്റുകാരനാണ് എന്നും നമുക്ക് അംഗീകരിക്കാം. എങ്കിലും നിങ്ങൾ പറയുന്ന ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഒരിക്കലും ഒരാളെ മര്യാദക്കാരനാക്കുവാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾക്ക് കുറ്റബോധമുണ്ടാവില്ല, സ്വയം തിരിച്ചറിവും വരില്ല. ചിലപ്പോൾ ആ ഒരൊറ്റ കാരണത്താൽ എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് അയാൾ എത്തുകയും കൂടുതൽ അതിക്രമത്തിന് അയാൾ മുതിരുകയും ചെയ്യുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മാർഗം നിയമപരമായി മുൻപോട്ട് പോവുക, നിയമത്തിലൂടെ കാര്യങ്ങളെ നേരിടുക എന്നുള്ളതാണ്. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പെൺകുട്ടികളോട് പറയുവാനുള്ളത്, നിങ്ങൾ പെൺകുട്ടികൾ കുറെ കൂടി പക്വമായി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. പക്വതയോടെ മാത്രമല്ല, ഉത്തരവാദിത്ത ബോധത്തോടും കാര്യങ്ങളെ നോക്കിക്കാണണം. ദയവീത് ഇത്തരത്തിലുള്ള വിവരക്കേടുകളിലേക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ എടുത്തു ചാടരുത്. പുരുഷന്മാരെല്ലാവരും 100% പെർഫെക്റ്റ് ആണെന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത്. പക്ക ഞരമ്പ് രോഗികൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. ഒറ്റ നോട്ടത്തിൽ മാന്യന്മാരാണ്, പക്ഷെ ഇതുപോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ കയറുമ്പോഴേക്കും പെട്ടെന്ന് ആളങ്ങ് മാറും. പിന്നീട് അവരൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ക്യാമറ ഓണാക്കി വീഡിയോ റെക്കോർഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമത്തെ തെളിയിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ്, തെളിവാണ്. തുടർന്ന് നിങ്ങൾ ആ ബസ്സിൽ വെച്ച് തന്നെ പറയാനുള്ളത് പറയും, പറ്റിയാൽ ചെവിക്കല്ലിന് ഒന്ന് കൊടുക്കുകയും ചെയ്യണം. തുടർന്ന് നിങ്ങളുടെ കൈവശമുള്ള തെളിവ് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കൈമാറണം. അല്ലാതെ സോഷ്യൽ മീഡിയയിലിട്ട് ലോകം മുഴുവൻ അറിയിച്ച് അയാളുടെ ഒന്നും അറിയാത്ത ഭാര്യയെയും മക്കളെയും അവരുടെ സുഹൃത്തുക്കളെയും ഒക്കെ നാണം കെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കരുത്. ഇത് പറയുമ്പോൾ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ഈ തലമുറയിലെ കുട്ടികൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും 11ലും +2ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ തിരക്കൊഴിഞ്ഞ വഴികളിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിലും ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റുകളിലും എന്തിനേറെ പറയുന്നു പൊതുജനം സ്വൈരവിഹാരം നടത്തുന്ന പല പബ്ലിക് പ്ലേസുകളിലും നിന്നുകൊണ്ട് കാണിക്കാൻ പാടില്ലാത്ത പല കോപ്രായങ്ങളും കാണിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം പിന്നാലെ ഒളിക്യാമറയും കൊണ്ട് നടന്ന് ഷൂട്ട് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ അത് എത്രമാത്രം ഭയാനകമായിരിക്കും ഒന്ന് ഊഹിച്ചു നോക്കൂ. എല്ലാ വിഷയത്തോടും പ്രതികരിക്കണം, പക്ഷേ എല്ലാ പ്രതികരണങ്ങൾക്കും അതതിൻ്റെതായിട്ടുള്ള ചില രീതികളുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത്തരം പ്രവണതകൾ തുടർന്നാൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്
സ്ത്രീകൾക്ക് പൊതുസമൂഹത്തിൽ വില കുറയും. നാളിതുവരെ ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നമുണ്ടായാൽ പുരുഷന്മാർ, അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ സ്വന്തം സമയവും സ്വന്തം കാര്യവും ഒക്കെ മാറ്റിവെച്ചിട്ട് ചാടിയിറങ്ങി പ്രതികരിക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടർക്കഥകളായി മാറുമ്പോൾ കണ്ടു നിൽക്കുന്ന ആൾക്കാർ പോലും ഒരുപക്ഷെ മാറി ചിന്തിക്കും. അവരുടെ മനസ്സ് പറയും, ഞാൻ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്? അവരായി, അവരുടെ കാര്യമായി. ഈ രീതിയിൽ ആൾക്കാരെ അത് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കും. 100 രൂപ കടം കൊടുത്തത് തിരിച്ചു ചോദിച്ചതിന് സ്വന്തം മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് സ്ഥിരമായി കാണുന്ന ചായക്കടക്കാരനെ പോക്സോ കേസിൽ അകത്തിടിച്ച അമ്മയുള്ള നാടാണ് നമ്മുടെ നാട്. ഇതൊക്കെ സമൂഹം കാണുകയും കേൾക്കുകയും നിരന്തരമായി ഓഡിറ്റ് ചെയ്യുകയും ചെയ്യുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇവിടെ ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഇങ്ങനെ ഒരു സംഗതി അവിടെ നടക്കുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ പോലും ഈ വീഡിയോ കണ്ടിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഷിംജിന മുസ്തഫ എന്ന കോൺഗ്രസ് പ്രവർത്തകയ്ക്ക് തോന്നിയ അതിബുദ്ധിയാണ് ഇതിന്റെ പിൻപിൽ. നിങ്ങളുടെ പാർട്ടി പ്രവർത്തകനായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോ എടുത്തിട്ടായിരുന്നു ഇങ്ങനെ പ്രദർശിപ്പിച്ചിരുന്നതെങ്കിൽ ആൾക്കാർ വിശ്വസിക്കുമായിരുന്നു. ഇതിപ്പോൾ നിങ്ങളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കലി മെന്റലി ഡിസ്റ്റർബ്ഡ് ആയ സ്ത്രീകൾക്ക് ഫിസിക്കലി ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ മാത്രമാണ് ഇപ്പോൾ സമൂഹം കണ്ടത്. മറ്റാരും കാണാത്തത് കാണുകയും മറ്റാരും പെട്ടെന്ന് ചിന്തിക്കാത്തത് ചിന്തിക്കുകയും മുൻപിൽ ഇന്നതൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് മുന്നമേ കൂട്ടി തീരുമാനിക്കുകയും തുടർന്ന് ഫോൺ എടുത്ത് ക്യാമറ ഓണാക്കി അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു വെക്കുന്ന ഒരുമാതിരി സൈക്കോളജിക്കൽ പ്രോബ്ലമാണിത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കട്ടക്കഴപ്പെന്ന് പറയും. അതുകൊണ്ട് തന്നെ 100% ഉറപ്പിച്ച് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ കാണിച്ചത് അനീതിക്കെതിരെയുള്ള പ്രതികരണമല്ല, സോഷ്യൽ മീഡിയയിൽ വീഡിയോ പബ്ലിക്കാക്കി അതിൽ കൂടി റീച്ച് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ പബ്ലിഷ് ചെയ്ത വീഡിയോ അത് കണ്ടിട്ട് അതിനകത്ത് അബ്നോർമലായിട്ടൊന്നും തോന്നാത്ത ഒരു സമൂഹം അവരതിനെതിരായി പ്രതികരിച്ചു. ആ പ്രതികരണം കണ്ടപ്പോൾ നിങ്ങൾ അതിനെതിരെ വീഡിയോയുമായിട്ട് വന്നു. അതായത് ഈ പ്രതികരണം നടത്തിയ മുഴുവൻ ആൾക്കാരും ഞരമ്പന്മാരാണ് എന്ന് പറയുവാനാണ് നിങ്ങൾ ശ്രമിച്ചത്. നിങ്ങൾ നിങ്ങളുടെ ഭാഗം നന്നാക്കാൻ ശ്രമിക്കുകയും സൊസൈറ്റിക്ക് മെന്റൽ ട്രീറ്റ്മെന്റ് കൊടുക്കുവാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുകയാണ്. ഇതിനെയൊക്കെ ശുദ്ധ അഹങ്കാരം എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? അയാൾ നല്ലവനോ കെട്ടവനോ ആകട്ടെ, നിങ്ങളുടെ വീഡിയോയിൽ അയാൾ മോശപ്പെട്ടവനാണ് എന്ന് കാണിക്കുന്നതിന് തെളിവില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആദ്യം നിങ്ങൾ പുറത്തുവിട്ട വീഡിയോയിൽ കൃത്യമായി സമൂഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിനനുസരിച്ച് സമൂഹം പ്രതികരിക്കുവാൻ തുടങ്ങിയപ്പോൾ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിന് അക്സെപ്റ്റൻസ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ആ വീഡിയോ വീണ്ടും എഡിറ്റ് ചെയ്തു. തുടർന്ന് വീണ്ടും അത് പോസ്റ്റുന്നു. പക്ഷേ ആദ്യത്തെ വീഡിയോ അപ്പോൾ തന്നെ സമൂഹത്തിൽ പലയിടങ്ങളിലും പല ആൾക്കാരും സേവ് ചെയ്തു വെച്ചു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നീട് നിങ്ങളൊരു സീൻ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് പോയതാണ്, അയാളോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇതൊക്കെ കാണുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരിപാടി തന്നെയാണെന്ന്. എന്തായാലും അയാൾ നിങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാതെ സ്വയം ജീവിതം അവസാനിപ്പിക്കുവാൻ തയ്യാറായി. ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കുടുങ്ങിയനെ. നിങ്ങൾ പറഞ്ഞു വെക്കുവാൻ ശ്രമിക്കുന്നത് അയാൾ ഒരു ഞരമ്പ് രോഗിയാണെന്നാണ്. അങ്ങനെ അയാൾ ഒരു ഞരമ്പ് രോഗിയായിരുന്നുവെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യുമായിരുന്നോ എന്നുള്ളതാണ് മറുചോദ്യം. സൈക്കോളജി ഇതിനെക്കുറിച്ച് പറയുന്നത് ഹാബിച്വൽ സെക്ഷൽ ഒഫൻഡേഴ്സ്, അങ്ങനെയുള്ളവർ സാധാരണ ഗിൽറ്റ് തീരെ കുറവുള്ളവരായിരിക്കും. വരും വരായികളെക്കുറിച്ചൊന്നും അവർക്ക് ഒരു ഭയവും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാവാറേയില്ലെന്നാണ്. അപ്പോൾ പിന്നെ അയാൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? അപകീർത്തി സഹിക്കാൻ കഴിയാത്തത് കൊണ്ട്, കുടുംബത്തെക്കുറിച്ച് ബോധമുള്ളത് കൊണ്ട്, സമൂഹത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ അയാൾക്കിനി തല ഉയർത്തി നടക്കുവാൻ കഴിയില്ല എന്ന ചിന്ത കൊണ്ടാണ് അയാൾ മരണം തിരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ പ്രേക്ഷകർ പറയണം, അയാൾ മരിച്ചത് കുറ്റബോധത്താലാണോ അതോ സമൂഹം വിധിച്ച ശിക്ഷ സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? കുറ്റബോധത്താലാണ് എന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.